ഗൈസ്, ആപ് കൈസേ ഹോ എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൽ വെച്ച് ഭയങ്കര കലാപമാണ്. നടിയും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല, നമുക്കൊന്ന് കാണാം ആ വീഡിയോ. ഇത്ര ആൾക്കാർ ഇരിക്കുമ്പോ കള്ളം പറയരുത് കേട്ടോ. മോശം കേട്ടോ, നിങ്ങൾ മോശം കാണിക്കുന്നേ. മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാ. നിങ്ങൾ എനിക്ക് ഓഫർ തന്നല്ലേ? തന്നെയാണോ? പറ. എനിക്ക് എന്റെ പൊന്നി ഏട്ടാ കേട്ടോ. എനിക്ക് ഈ പടത്തിൽ അവർ ഈ കൊച്ചു പറഞ്ഞ ഇതിന് പൊട്ട റിവ്യൂ പറയണമെന്ന് പറഞ്ഞ മനസ്സിലായോ? എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തോല്ല. എന്റെ പൊന്നിയേട്ടാ മാറിയേട്ടാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഏട്ടാ ഇന്നലെ വിളിച്ചിട്ട് ഈ കൊച്ചു ചെയ്ത പണി എന്താണെന്നറിയോ? പൊട്ട റിവ്യൂ എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂ എന്ന് നാട്ടുകാർക്ക് പറയാൻ പറഞ്ഞു. എന്താ മുഖത്ത് നോക്കി സംസാരിക്കും. എന്റെ മുഖത്ത് നോക്കി സംസാരിക്കും. പറയാനുള്ള പറഞ്ഞിട്ട് പോയത്. എനിക്ക് വൈറലാവേണ്ട കാര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് എന്റെ മേത്തോട്ട് എന്താ എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ചപ്പോ ഒന്നും അല്ലായിരുന്നല്ലോ. എന്താ പറ. ഓക്കെ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, ആപ് കൈസേ ഹോ എന്ന് പറഞ്ഞ സിനിമയുടെ നടിയാണ് പുള്ളിക്കാരി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആളിന്റെ കൈ കള്ളുകുപ്പി കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പടത്തിന്റെ നെഗറ്റീവ് റിവ്യൂ ഇടണം, പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തെളിവൊന്നുമില്ല. ഒരു പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പടം, അവൻ്റെ പൈസ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം എടുത്ത് ചെയ്യുന്നൊരു പടം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരുടെ മാക്സിമം എഫേർട്ട് ചെയ്യുന്നൊരു പടം, അതിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കള്ളുകുപ്പി കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പടത്തിന് നെഗറ്റീവ് റിവ്യൂ ഇടണം. എന്ത് ലോജിക്കില്ലാത്ത കാര്യമല്ലേ? ഒരു ലോജിക്കില്ലാത്ത കാര്യം തന്നെയാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ നിർമ്മാതാക്കളാണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും കൂടെ ഒത്ത് കളിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നീലക്കുയിലും പച്ചക്കുയിലും മഞ്ഞക്കുയിലും ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട്. അവരെല്ലാവരും ഈ മൂവി പ്രൊമോഷൻ കാര്യങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ ആപ് കൈസേ ഹോ എന്ന് പറയുന്ന സിനിമ വലിയ പോപ്പുലറായിട്ട് ഒത്തിരി പ്രൊമോഷൻസ് ഒക്കെ മാക്സിമം എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പടം എല്ലാവരോടും എത്തണം, എന്നാൽ എനിക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്തേക്കുന്ന ഒരു സ്ക്രിപ്റ്റഡ് പ്ലാൻ മാത്രമാണിത്. ഒരുപാട് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ ഇത്. എന്നാൽ അറിയാത്ത കുറച്ച് ആൾക്കാർ, 1-2 ആൾക്കാരെങ്കിലും കാണാം. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മളെ പറ്റിച്ചുകൊണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ഒരു കോൺട്രവേഴ്സി ആയിരിക്കും ഏറ്റവും നല്ല രീതിയിൽ കത്തുന്നത്. ഒരു നല്ല കാര്യം പറയുന്നത് വൈറലാവണമെന്നും ക്ലച്ച് പിടിക്കണമെന്നും കട്ടണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല. കോൺട്രവേഴ്സി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കത്തും. അതാണ് അവിടെ ലക്ഷ്യം. അവർ കള്ളുകുപ്പി തലേന്ന് കൊണ്ട് കൊടുക്കുന്നു, പൈസ കൊടുത്തു എന്ന് പറയുന്നു. പലരും പല രീതിയിലാണ് പറയുന്നത്. ഇതിനൊന്നും തെളിവില്ല. ഇവരാരും ഇതിനൊന്നും തെളിവ് കാണിക്കുന്നില്ല. കാരണം ഇവർക്ക് തെളിവ് കാണിക്കേണ്ടതോ തെളിവ് കൊടുക്കേണ്ടതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തേണ്ടതോ അല്ല ആവശ്യം. ഇവരുടെ സിനിമ ആപ് കൈസേ ഹോ എന്നുള്ള സിനിമ വൈറലാവണം എന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടണം. ആ വിവാദം ഉണ്ടായടാ, ആ പ്രശ്നം ഉണ്ടായി, ഈ സിനിമയുടെ പേരായിരുന്നടാ ആപ് കൈസേ ഹോ. അതാണ് അവർക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പണി മൊത്തം കാണിക്കുന്നത്. ഇതെല്ലാം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ചാനലുകൾ നിലനിന്ന് പോകുന്നത്. എൻ്റെ എറണാകുളം ബേസ് ചെയ്തുള്ള ഒരുപാട് സിനിമ അതിൻ്റെ പ്രൊമോഷനായിട്ട് ബേസ് ചെയ്താണെന്നാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ള അറിവ്. അവർക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാൻ സാമ്പത്തികം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ മൗത്ത് പബ്ലിസിറ്റി കിട്ടുക, ആ പടത്തിൻ്റെ പേര് വൈറലാകുക. ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈം ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല പേരുള്ള പടത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കച്ചവടം കൂടുതൽ എമൗണ്ട് നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിലൊക്കെ വരുള്ള ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണിത്. അല്ലാതെ ഒരിക്കലും ഒരു നടിയാണെന്നുണ്ടെങ്കിലും സംവിധാനം ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും ഒരിക്കലും വന്ന് നെഗറ്റീവ് റിവ്യൂ പറയണം എന്ന് പറയുന്നത് ഞാൻ വ്യക്തിയായിട്ട് വിശ്വസിക്കുന്നില്ല. ഞാനിപ്പം എന്നെ സംബന്ധിച്ച് തിരക്കാൻ പറയുന്നവരൊക്കെ തിരക്കിയപ്പോഴും പറയാം, ഇത് മൊത്തം സ്ക്രിപ്റ്റഡ് ആണ്. ബേസിക്കലി ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ചുമ്മാ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക, അതും കൈൻഡ് ഓഫ് പ്രൊമോഷനാണ്. പ്രൊഡ്യൂസർ ബുദ്ധിപരമായിട്ട് കയ്യിലിരിക്കുന്ന കാശ് കുറച്ചിറക്കിക്കൊണ്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നല്ല കളിയാണ്, കൊള്ളാം. ആൾക്കാരെ മൊത്തം മണ്ടന്മാരാക്കിക്കൊണ്ട് ആപ് കൈസേ ഹോ നല്ല പടമാണെന്നുണ്ടെങ്കിൽ ജയിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ 8 നില പൊട്ടിപ്പോകും. അതാടും കുറ്റമൊന്നുമല്ല. നല്ല പടം ഇറക്കി കഴിഞ്ഞപ്പോൾ എമ്പുരാനൊക്കെ വേണ്ടിയിട്ട് അത്തുമ്പോൾ കട്ട വെയിറ്റിങ്. നല്ല പടമാണെന്നുണ്ടെങ്കിൽ ജയിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ആപ് കൈസേ ഹോ നല്ല പടമാണെന്ന് അല്ലെങ്കിൽ പൊട്ടിപ്പോവും.
ഇതിന് പബ്ലിസിറ്റി ചെയ്താലും ഇല്ലെങ്കിലും നല്ലതാണെങ്കിൽ ഓടും, ഇല്ലെന്നാണെങ്കിൽ ഓടത്തില്ല. പക്ഷേ ഈ തിയേറ്ററിട്ട് നാടകങ്ങളൊക്കെ കാണിച്ച് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന ഓർക്കുമ്പം ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും ആദ്യമേ തന്നെ അത് വിശ്വസിക്കാതിരിക്കുക. അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക. ഇവന് വട്ടാണോ ഇവള് കള്ളിയാണോ, ഇവരെല്ലാം ബുദ്ധിമാന്മാരാണ്. നമ്മളെ മണ്ടന്മാരാക്കുന്നതാണ് ഇവരുടെ ജോലി. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക.